ഇന്ദിരേട്ടൻ കടയിലേക്ക് പോയതാണല്ലോ. ഇതെന്താ പെട്ടെന്ന് തിരിച്ചു വന്നേ? ഇന്ദിരേട്ടൻ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ട് വന്നാണോ? ഉടനെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാനുണ്ട്. ശ്യാമേ, ഭാനുവും അന്ന് ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞത്? അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഭാനുമ്മ ഇവിടെ വന്ന് പറഞ്ഞതിൽ പലതും നിങ്ങൾ എന്റെ അടുത്തുനിന്ന് മറച്ചു പിടിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു സോനിയ അത്? അമ്മയെ രക്ഷിക്കാനോ? അതോ അമ്മ കാട്ടിക്കൂട്ടുന്നൊക്കെ അങ്ങനെ അങ്ങ് തുടർന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ടോ? അതേട്ടാ, അമ്മ അനുവേട്ടത്തിയുടെ വീട്ടിൽ പോയി ഇതിലും വലിയ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോഴൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കല്ലേ ചെയ്തത്. പിന്നെ ഇത് മാത്രം ഞങ്ങൾ ഏട്ടനെ അറിയിച്ച് എന്തിനാ പ്രശ്നം വഷളാക്കുന്നതെന്ന് വിചാരിച്ചു. ഈ പ്രശ്നത്തിന് ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയില്ലേ ശ്യാമേ? എനിക്ക് തോന്നാഞ്ഞിട്ടല്ലേ ഇന്ദിരേട്ടാ. ഇവിടെ എല്ലാവരും അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ കാരണം അനുപമയ്ക്ക് മാത്രമാണ് പ്രശ്നം ഉണ്ടായതെങ്കിൽ ഞാനിത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കില്ലായിരുന്നു സോനെ. അവളെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്നേ കുരുതി കൊടുത്തു കഴിഞ്ഞതാ. പക്ഷെ ഇത് സത്യന്റെ ഭാര്യയ്ക്കും അവർക്കുണ്ടാകാൻ പോകുന്നൊരു കുഞ്ഞിനും നമ്മുടെ അമ്മ കാരണം ഒരു ദുരന്തം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. പ്രതിഭയോടെ ഞാൻ കേട്ടതൊക്കെ സത്യമാണെന്ന് അവളൊരു വാക്ക് പറഞ്ഞാൽ മതി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സോനെ, പ്രതിഭ ഇങ്ങോട്ട് വിളിക്കേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി കൊണ്ടോളാം. വേണ്ടേട്ടാ, ഞാൻ വിളിച്ചോണ്ട് വരാം. ഭാനുവും അന്ന് വന്ന് പറഞ്ഞൊക്കെ പ്രതിഭയും കേട്ടതല്ലേ ശ്യാമേ? ആ അതെ. അവളെന്തെങ്കിലും നിഷേധിച്ചോ? ഇല്ല. ഏട്ടാ, ഒന്ന് ഓടി വാ. ശ്യാമേട്ടാ, പ്രതിഭയ്ക്ക് വയ്യ. ഇന്ദിരേട്ടാ,